ഉദിച്ചതുപോലെ. കളിയാക്കല്ലേ കൈലാസ്? സത്യമായിട്ടും കളിയാക്കിയതല്ല. ഞാൻ നിനക്ക് ഫോൺ ചെയ്യാൻ പോവായിരുന്നു. അപ്പോഴാ ഇങ്ങനൊരു സർപ്രൈസ് തന്നുകൊണ്ട് നീ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും സർപ്രൈസ്ഡ് ആയോ? ശരിക്കും സർപ്രൈസ്ഡായി. ഡ്രസ്സിന്റെ സ്റ്റൈൽ മാറിയപ്പോ ആളിന്റെ രൂപവും മാറി. ആ, നിനക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും. സ്റ്റാഫിന്റെ സാലറി അപ്രൂവ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തോണ്ട്. അതൊന്ന് പെട്ടെന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്ക. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക. അതിനിടയിൽ ഓഫീസ് കാര്യങ്ങൾ വന്ന് പറഞ്ഞ് എന്റെ മൂഡ് കളയല്ലേ കൈലാസ്? അപ്പോ ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയല്ല നീ ഈ ഡ്രസ്സിൽ വന്നത്. നിന്റെ മനസ്സിൽ വേറെന്തോ ഒരു പ്ലാൻ ഉണ്ട്. ഉണ്ട്. എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയും. ഞാൻ പറയില്ല. എന്റെ പ്ലാൻ എന്താണെന്ന് കൈലാസ് തന്നെ കണ്ടുപിടിക്കണം. ശ്രമിച്ചു നോക്കാം. ഇത്രയും ഭംഗിയായി ഡ്രസ് ചെയ്ത് വരണമെങ്കിൽ ആരുടെയോ മനസ്സിൽ കയറി പറ്റാനുള്ള ശ്രമമാണ്. ശരിയല്ലേ? ഒരാളുടെ മനസ്സിൽ കയറി പറ്റാനുള്ള സൗന്ദര്യം എനിക്കില്ലേ കൈലാസ്? എന്താ സംശയം? ആരെ മോഹിപ്പിക്കുന്ന സൗന്ദര്യമുണ്ട് നിനക്ക്? ഒരാളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്തൊക്കെ ക്വാളിറ്റീസാ വേണ്ട കൈലാസ്? എന്തൊക്കെ ക്വാളിറ്റീസ് പറയൂ. സംസാരത്തിലും പെരുമാറ്റത്തിലും ഇന്നസെൻസ് വേണം. അതെനിക്കുണ്ടോ? ഇല്ലാന്ന് പറഞ്ഞൂടാ. ചില സമയത്ത് നിന്റെ പെരുമാറ്റത്തിൽ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഒരാളുടെ മനസ്സിൽ കയറി പറ്റാൻ ഞാൻ വിചാരിച്ചാലും കഴിയുമെന്ന് അല്ലേ? ഉറപ്പായി. നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് തുറന്നു പറഞ്ഞൂടെ കൈലാസ്? നീ പോയി സാലറി റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യ്. ചെല്. മുക്ത നിക്കേ. ബ്ലൗസിന്റെ നോട്ട് എഴുതിയെടുക്ക. ഞാൻ കെട്ടിത്തരാം. താങ്ക്സ്. യു ആർ ഓൾവേസ് വെൽക്കം. കൈലാസ്, ഞാനിനി ഇന്നും ഓഫീസില് സാരി എടുത്തു വന്നാലോ? സാരി, മോഡേൺ ഡ്രസ്സും എല്ലാം നിനക്ക് ചേരും. നമുക്കൊരു സെൽഫി എടുത്താലോ? പിന്നെന്താ? ഞാൻ എന്തിനാ ഈ ഗോഡൌണിൽ വന്നത്? എന്തോ എടുത്തോണ്ട് ചെല്ലാൻ ചേച്ചി പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഓർമ്മ കിട്ടുന്നില്ലല്ലോ. എന്തായിരുന്നത്? ആരാ ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? ഈ ഗോഡൌണിൽ എന്തിനാ വന്നത്? ഇയാളെന്തോ ഒന്നും മിണ്ടാത്തെ? പൊട്ടനെ പോലെ മേഷിക്കാൻ ചോദിച്ചതിന് മറുപടി പറ. സത്യം പറ, കള്ളനല്ലേ നിങ്ങൾ? ഗോഡൌണിൽ ഈ സമയത്ത് ആരും ഉണ്ടാവില്ലെന്ന് അറിഞ്ഞോണ്ട് ഡ്രസ് വെക്കാൻ വന്നതല്ലേ? അയ്യോ, കള്ളൻ കള്ളൻ കള്ളൻ! ആരെങ്കിലും ഓടി വരണേ! കള്ളൻ 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 കള്ളൻ! കള്ളൻ പട്ടപ്പകല് ഗോഡൌണിൽ മോഷ്ടിക്കാൻ കയറിയതാ. നീ പോയി കരുണാകരൻ സാറിനെ പ്രിയചേട്ടനെയൊക്കെ വിളിച്ചിട്ട് പോ. അവന്റെ കള്ളന് നല്ല തല്ലുകൊടുത്ത് പോലീസിനെ ഏൽപ്പിച്ചോളും. നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് കൈലാസ് സാറല്ലേ? കൈലാസ് സാറോ? കൈലാസ് സാറെന്ന് പറഞ്ഞാ ഈ ഗാർമെന്റ്സിന്റെ ഉടമസ്ഥൻ PK സാറിന്റെ മകൻ. അയ്യോ, ആണോ? ആളാകെ മാറിപ്പോയല്ലോ. മുമ്പൊരിക്കൽ കണ്ടതാ, പിന്നെ ഇപ്പോഴാ കാണുന്നേ. അതുകൊണ്ടാ മനസ്സിലാവാത്തെ. കൈലാസ് സാർ, ഇടയ്ക്കിടയ്ക്ക് എല്ലാം മറന്നു പോകുന്ന അസുഖമുണ്ട് സൗന്ദര്യക്ക്. അതുകൊണ്ട് പറ്റിപ്പോയതാ. സാറിന് അവളോട് ദേഷ്യമൊന്നും തോന്നരുത്. ദേഷ്യപ്പെടാൻ ഇവള് തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അസുഖം കാരണം എന്നെ മറന്നുപോയി. അപരിചിതനായ ഒരാളെ ഗോഡൌണിൽ കണ്ടപ്പോ ചോദ്യം ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ? സൗന്ദര്യം പേടിക്കണ്ട, പോയി ജോലി ചെയ്യ്. സോറി സർ. സാരല്ലെന്ന് പറഞ്ഞില്ലേ, ചെല്ലേ. പാവം. വേറൊരു പാവം കൂടി ഉണ്ട് ഈ ഗാർമെന്റ്സിൽ. അയാളെ കാണാനാ ഞാൻ ഈ ഗോഡൌണിൽ വന്നത്. വേറൊരു പാവോ? കൈലാസ് സാർ ആരെ ഉദ്ദേശിച്ചേ? ആരെയായിരിക്കും? ആലോചിച്ച് നോക്ക്.
ഒരു പിടിയും കിട്ടുന്നില്ല. ശരിക്കും ആലോചിച്ചാ പിടികിട്ടും. എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടുന്നില്ല. സാർ ഒരു സൂചന തരുമോ? സൂചന ദാ ഇതിലുണ്ട്. തുറന്നോക്ക്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ആരാണെന്ന് മനസ്സിലാവും. തുറന്നോക്ക്. ഇത് ഞാനല്ലേ? ഞാൻ പറഞ്ഞ പാവം പെൺകുട്ടി. പാർവതി പാവം മാത്രമല്ല, പിന്നെ ഫോട്ടോ ശരിക്കും നോക്കിയിട്ട് പാർവതി എന്നെ പറയും ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്. മനസ്സിലായോ? ഇല്ല. പാർവതി പാവം മാത്രമല്ല, സുന്ദരിയുമാണ്. അതാ ഞാനും ആലോചിക്കുന്നത്. എന്റെ നാട്ടിലെ സ്റ്റുഡിയോ ഉണ്ട്, ചന്ദ്രേട്ടന്റെ സ്റ്റുഡിയോ. അവിടുന്ന് ഫോട്ടോ എടുത്താ ഇത്രയും ഭംഗി ഉണ്ടാവില്ല. ഇത് സിനിമാ നടിയെ പോലെയുണ്ട്. സാർ എങ്ങനെയാ ഇത്ര ഭംഗിയുള്ള ഫോട്ടോ എടുത്തത്? ഞാൻ ഫോട്ടോ എടുത്തത് പാർവതിയുടെ മുഖം മാത്രമല്ല, പിന്നെ പാർവതിയുടെ മനസ്സും കൂടിയാണ്. മനസ്സിന്റെ സൗന്ദര്യ മുഖത്ത് പ്രതിഫലിച്ചത്. അകവും പുറവും സുന്ദരിയ നീ. കളിയാക്കല്ലേ സാർ? കളിയാക്കിയൊന്നുമല്ല. യു ആർ ആൻ ഏഞ്ചൽ. അങ്ങനെ പറഞ്ഞോ? സാർ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ പോയിക്കോട്ടെ. പൊയ്ക്കോളൂ. അയ്യോ ചേട്ടാ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇതിങ്ങനെയല്ല വെട്ടേണ്ടത്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വെട്ടും. നീ ആരടി ചോദിക്കാൻ? ചേട്ടന്റെ ഇഷ്ടം പോലെ വെട്ടിയാ അതെങ്ങനെ ശരിയാവും? ഓരോരോ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ളതാ. നന്നായി വെട്ടിയാലേ നന്നായി തയ്ക്കാൻ കഴിയൂ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലേ അവര് തിരിച്ചയക്കും. കമ്പനിക്ക് അതിന്റെ നഷ്ടം. ഇതൊക്കെ പറയാൻ നീ ആരാടി? ഇവിടുത്തെ സൂപ്പർവൈസറോ അതോ പ്രൊഡക്ഷൻ ഹെഡോ? നീ ഇവിടുത്തെ സ്വീപ്പറല്ലേ? തൂപ്പുകാരിയുടെ ജോലി ചെയ്താൽ മതി. ഞാനിവിടുത്തെ തൂപ്പുകാരി തന്നെയാ. തൂപ്പുകാരിക്ക് ഉണ്ണുന്ന ചോറിനോട് കൂറ് കാണിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. ഈ കമ്പനിക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ശ്രദ്ധയിൽ പെട്ടാൽ അത് ഞാൻ ചൂണ്ടിക്കാണിക്കും. അതെന്റെ കടമയാ. ഞാനിത് പറയേണ്ടവരോട് പറഞ്ഞോളാം. വിടാനല്ലേ പറഞ്ഞ? എന്താ ഇവിടെ? എന്താ ഇവിടെ? സർ, ഇയാള് വെട്ടുന്നത് ശരിയായ രീതിയിലല്ല. ഞാനത് പറഞ്ഞപ്പോ ഇയാൾ എന്നോട് ദേഷ്യപ്പെടുക. എവിടെ വെറുതെ പറയാ സർ, ഞാൻ ശരിയായ രീതിയിൽ തന്നെയാ വെട്ടിയത്. നീ വെട്ടിയ തുണിയോടെ നീ എടുക്ക. സാർ അത് എടുക്കാനല്ലേ പറഞ്ഞേ? നീ ഇതിനുമുമ്പ് ഏതെങ്കിലും ഗാർമെന്റ്സിൽ ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സർ. ഏത് ഗാർമെന്റ്സിൽ? അവിടുത്തെ സൂപ്പർവൈസറുടെയോ പ്രൊഡക്ഷൻ ഹെഡിന്റെയോ മൊബൈൽ നമ്പർ താ, ഞാൻ വിളിച്ചു ചോദിക്കട്ടെ. നമ്പർ തരാനല്ലേ പറഞ്ഞേ? നീ എന്താ കരുതിയേ ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലെന്നോ? സോറി സർ, ഞാൻ ഇന്ന് ജോലിക്ക് ചേർന്നതേ ഉള്ളൂ. ഇനി ഇങ്ങനെ സംഭവിക്കില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. നീ എന്താ പറഞ്ഞേ? ഇന്ന് ജോലിക്ക് ചേർന്നേ ഉള്ളൂന്നോ? ജോലിക്ക് ചേർന്ന ഉടനെ ട്രെയിനിങ് പോലും നൽകാതെ നിന്നെ ആരെ കട്ടിംഗ് സെക്ഷനിൽ നിർത്തിയത്? സൂപ്പർവൈസറോടെ? ഞാനിവിടെ ഉണ്ട് സർ. എന്താ സർ? വരുന്നവർക്കും വഴിയെ പോകുന്നവർക്കും എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ജോലിയാണ് കട്ടിംഗ് എന്നാണോ പ്രിയം കരുതിയിരിക്കുന്നത്? ഇയാൾ ഇന്ന് ജോലിക്ക് ചേർന്നതാണെന്ന് പറയുന്നത്. എന്ത് ധൈര്യത്തിലാ ട്രെയിനിങ് പോലും കൊടുക്കാതെ പ്രിയൻ ഇയാളുടെ കയ്യിൽ തുണിയും കത്രിയും വെച്ചു കൊടുത്തത്? ഇയാൾ ആരാ സർ? പ്രിയൻ ഇയാളെ അറിയില്ലേ? ഇല്ല സർ, ഞാൻ ഇയാളെ ഇപ്പോഴാ കാണുന്നത്. പിന്നെ ഇയാളാരെ അപ്പോയിന്റ് ചെയ്തേ? എനിക്കറിയില്ല സർ, ഞാനല്ല. മെറ്റീരിയൽസ് എല്ലാം എടുത്തു വെച്ചിട്ട് ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇവരൊക്കെ ആരാ സർ?